നമസ്കാരം. മിഡ് സൈസ് SUV സെഗ്മെന്റിൽ ടൊയോട്ടയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ മോഡലാണ് അർബൻ ക്രൂയിസർ ഹൈറൈഡർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയും ടൊയോട്ടയും സംയുക്തമായി വികസിപ്പിച്ച SUV ജനകീയമായി മാറാൻ വേറെന്തെങ്കിലും കാരണം വേണോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ഇതോടൊപ്പം മികച്ച മൈലേജ് നൽകുന്ന സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ കൂടിയാകുന്നതോടെ ഹൈറൈഡർ ആളുകളുടെ ഇഷ്ട വാഹനങ്ങളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. മിഡിൽ ക്ലാസ്സുകാർക്കുള്ള ടൊയോട്ടയുടെ SUV എപ്പോഴും ചൂടപ്പം പോലെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അർബൻ ക്രൂയിസർ ഹൈറൈഡറിന്റെ 2025 മോഡൽ പുറത്തിറക്കി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ടൊയോട്ട. കൂടുതൽ ഫീച്ചറുകളും അല്ലറ ചില്ലറ പരിഷ്കാരങ്ങളുമായി എത്തിയ മോഡലിലെ ചില പുതിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ ഘട്ടത്തിൽ നോക്കേണ്ടത്. മാറ്റങ്ങൾ ലഭിച്ചതോടെ 11,14,000 രൂപയായിരുന്ന SUVയുടെ പ്രാരംഭ വില 11,34,000 രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 20,000 രൂപയുടെ വില വർധനവിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളും മാറ്റങ്ങളും ഒക്കെയാണ് SUVയിൽ ടൊയോട്ട കുത്തി നിറച്ചിട്ടുള്ളത്. അർബൻ ക്രൂയിസർ ഹൈറൈഡറിൽ നിരവധി അപ്ഡേറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളതിനാൽ തന്നെ ആളുകൾ വാങ്ങാനും മടി കാണിക്കില്ല. ഹൈബ്രിഡ് SUVയുടെ ഉയർന്ന വേരിയന്റുകളിൽ 8 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പവർ ഡ്രൈവർ സീറ്റ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ തുടങ്ങിയ സവിശേഷതകൾ ചേർത്തിരിക്കുന്നതാണ് ഇതിൽ ശ്രദ്ധേയം. പ്രത്യേകിച്ച് ദീർഘദൂര ഡ്രൈവുകളിലും ചൂടുള്ള കാലാവസ്ഥയിലും യാത്രാസുഖം വർദ്ധിപ്പിക്കുന്ന ഫീച്ചറുകളാണിവ. ഇതോടൊപ്പം തന്നെ റിയർ ഡോർ സൺഷെയ്ഡുകൾ, ആംബിയന്റ് ലൈറ്റിംഗ്, ടൈപ്പ് C USB ഫാസ്റ്റ് ചാർജിംഗ് പോർട്ടുകൾ, LED സ്പോട്ട് റീഡിംഗ് ലാമ്പുകൾ എന്നിവയും 2025 മോഡൽ ഇയർ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഏറ്റവും പുതിയ ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൽ കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മികച്ച റിയൽ ടൈം ട്രാക്കിങ്ങിനായി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം SUVയുടെ കൂടുതൽ വേരിയന്റുകളിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ടൊയോട്ട പറയുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുത്ത മോഡലുകളിൽ എയർ ക്വാളിറ്റി ഡിസ്പ്ലേയും കമ്പനി സെറ്റാക്കിയിട്ടുണ്ട്. മികച്ച റീഡബിലിറ്റിക്കായി ഹൈറൈഡറിലെ സ്പീഡോമീറ്ററും ടൊയോട്ട അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തിരഞ്ഞെടുത്ത ട്രിമ്മുകളിൽ പുതിയ ഡ്യുവൽ ടോൺ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളും ഇനി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം മെച്ചപ്പെട്ട സുരക്ഷയ്ക്കായി 2025 ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിന് എല്ലാ വേരിയന്റുകളിലും ഘടനാപരമായ ചില മെച്ചപ്പെടുത്തലുകൾ ലഭിക്കുമെന്നും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. കൂടാതെ 6 എയർ ബാഗുകൾ ഇപ്പോൾ തന്നെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡ് ആണ് എന്നതും സന്തോഷം പകരുന്ന കാര്യമാണ്. കൂടാതെ ചില വേരിയന്റുകളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ചേർത്തിട്ടുണ്ട്. ഇതൊഴികെ ഡിസൈനിലോ മെക്കാനിക്കൽ വശങ്ങളിലോ ഏറ്റവും പുതിയ ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിന് മാറ്റങ്ങളൊന്നും ലഭിക്കുന്നില്ല. ES-G-V എന്നിങ്ങനെ 4 വകഭേദങ്ങളിലായി വ്യത്യസ്തമായ വേരിയന്റ് നിരയാണ് മിഡ് സൈസ് SUVയിലുള്ളത്. ഹൈറൈഡറും മാരുതി ഗ്രാൻഡ് വിറ്റാരയും സുസുക്കിയുടെ ഗ്ലോബൽ C പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോം മാത്രമല്ല, ഗ്രാൻഡ് വിറ്റാരയുമായി ഫീച്ചറുകളും എഞ്ചിൻ ഓപ്ഷനുകളും ഹൈറൈഡർ പങ്കിടുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കർണാടകയിലെ മിതാദിയിലുള്ള ടൊയോട്ട ഫെസിലിറ്റിയിലാണ് SUVയുടെ നിർമ്മാണം നടക്കുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ, CNG എന്നിങ്ങനെ 3 എഞ്ചിൻ തരങ്ങളും ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൽ ഉണ്ട്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് K15C മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ 102 bhp കാര്യത്തിൽ പരമാവധി 135 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇതിൽ 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭിക്കും. അതേസമയം രണ്ടാമത്തെ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിന് 116 bhp കാര്യത്തിൽ പരമാവധി 141 Nm ടോർക്ക് വരെയാണ് വികസിപ്പിക്കുന്നത്. ഇതൊരു ഡ്രൈവ് ട്രാൻസ്മിഷൻ യൂണിറ്റുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്.